ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു കിച്ചൺ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ഈ കിച്ചണ് വെക്കുന്ന ആ ഡയറക്ഷൻ ഒരു കാരണവശാലും ടോയ്ലറ്റ് വെക്കല. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നാൽ 135 ഡിഗ്രി ആണ് അതിൻ്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ ആ ഒരിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ, അത് 16 ഡയറക്ഷൻ്റെ ഓരോ കോമ്പിനേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഒന്ന് അഗ്നികോണാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഒരു കാരണവശാലും ബ്ലൂ പെയിൻറ് ഒരു കാരണവശാലും യൂസ് ചെയ്യില്ല. അവിടെ അഗ്നിയാണ്, അവിടെ കിച്ചൺ വരേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ അഗ്നികോണം എന്ന് പറഞ്ഞാൽ അവിടെ കാര്യം കിച്ചണ്, അവിടെ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ലേഡീസൊക്കെ ശുക്രൻ്റെ ആ റേഡിയേഷൻ എല്ലാത്തിനും ഒത്തിരി സയൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ എങ്ങനെ ലേഡീസിൻ്റെ ഇത് ശുക്രനാകുന്നൊരു ഈ ലേഡീസാണ് കിച്ചണിലുള്ള പരിക്കെടുക്കുക. അപ്പോൾ എല്ലാ രീതിയിലും ആ ഒരു ശാസ്ത്രമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഈ ഒരു ആംഗിളിൽ കിച്ചൺ വരുമ്പോൾ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചില ആൾക്കാർ ഇപ്പം നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. ആ ഒരു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ വീഡിയോ എഡിറ്റിങ് അങ്ങനെ കുറേ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് ഒരു പുള്ളി ഒരു വീട് വെച്ചപ്പോൾ മുതൽ ഇപ്പോൾ 3-4 വർഷമായിട്ട് ഒരു ബിസിനസ് ഇല്ല. ഒരു ഭയങ്കര നല്ല രീതിയിൽ പോയ ആ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി. ചിലപ്പോൾ അങ്ങനെ ഇരിക്കും, ഒരു വർഷത്തിൽ 1 ഓർഡർ അല്ലെങ്കിൽ 2 ഓർഡർ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിസിനസ് നിന്ന് പോകേണ്ട അവസ്ഥ. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കൺസൾട്ടേഷനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നത്. അപ്പം അവർക്ക് നോക്കി അവരുടെ പ്രത്യേകിച്ച് എന്നുള്ള ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ശുക്രനാണ്, ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെന്നൊരില്ല അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഏരിയയും ഭരിക്കുക അവിടെ ആഡംബരമാണ്, പൈസയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഫൈനാൻഷ്യലായിട്ടുള്ള ഹെവി പ്രശ്നങ്ങൾ. കാരണം ശുക്രൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ശുക്രന് ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനെ ഭരിക്കാമെന്ന് പറഞ്ഞാൽ അഗ്നികോണെ ഭരിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അഗ്നിക്കകത്ത് കൊണ്ട് ജലം ഒഴിക്കുക അല്ലെങ്കിൽ അഗ്നി അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് കൊണ്ട് വേസ്റ്റേജ് മാലിന്യം തള്ളുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ലൊക്കേഷൻ അങ്ങ് നെഗറ്റീവായിപ്പോയി. അപ്പോൾ ആ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്യാഷ് ഫ്ലോ കുറയുക, ലിക്വിഡിറ്റി കുറയുക, അങ്ങനെ പല രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ പല ഫേമസ് ആയിട്ടുള്ള പല പേഴ്സണാലിറ്റി പല ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള നല്ല രീതിയിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ പടാന്ന് സീറോമായിട്ട് പോയി വരാനുള്ള മീൻസ് ഫൈനാൻഷ്യലെല്ലാം നിന്ന് പോവുക, ബിസിനസ് നിൽക്കുക, ബിസിനസ് അല്ല പൊളിഞ്ഞു പോവുക അല്ലെന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി പോലും അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു സിറ്റുവേഷന് ഒന്നി അവിടെ ഒരു ഹൗസ് വൈഫാണ്, ആ ഹൗസ് വൈഫിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വരിക, അല്ലെന്ന് ഈ പറഞ്ഞ പൈസ നിന്ന് പോവുക. കാരണം പല വാസ്തുവിൻ്റെ അവരെന്താ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ശുക്രനാന്ന് പറഞ്ഞല്ലോ. ശുക്രൻ എന്ന് പറഞ്ഞാൽ വലിയ പൈസ, സമ്പത്ത്, അവിടെ നമ്മുടെ ആഡംബരം, വീട്, വണ്ടി, അപ്പോൾ ഇതെല്ലാം നശിച്ചു പോവുക. അപ്പം ഈ ശുക്രൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ലെ അഗ്നികോണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. അതുപോലെ തിങ്ക് ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ എബിലിറ്റി ടു ഇത് റീതിങ്ക് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുക, പേഴ്സണാലിറ്റി താഴോട്ട് പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ. ഈ പൈസയുടെ ആയിട്ടുള്ള ഫ്ലോ, അതുപോലെ ലിക്വിഡിറ്റി എല്ലാം ഇത് തകർന്നു പോവുക, ലിക്വിഡിറ്റി ഇല്ലാകുക, മണി ഫ്ലോ നിന്ന് പോവുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ടാങ്ക് പല കാര്യങ്ങളും അങ്ങനെയുള്ളതും ഒക്കെ ഒഴിവാക്കണം. കാരണം തീക്കകത്ത് ഒരു കാരണവശാലും കൊണ്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ആ തീ അണഞ്ഞു പോകും അവിടെ നിന്ന്. ഇപ്പം ഈ വാസ്തുവിൻ്റെ ഇങ്ങനെ മാത്രമല്ല, ഇത് നമ്മളെ മൾട്ടിപ്പിൾ രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം ഓരോ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ 90% കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുക, അതേമാതിരി ഒരു 10% കാര്യങ്ങൾ മാത്രമേ ഉണർന്ന് കിടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യണം, എയർപോർട്ടിൽ പോകണം, രാത്രി 11 മണിക്ക് വന്ന് കിടന്നു, അല്ല 12 മണിക്ക് കിടന്നു, 5 മണിക്ക് അല്ല 4 മണിക്ക് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ട് കിടക്കുക, അലാറം വെച്ച് കഴിയുക. അപ്പോൾ അതിന് 5 മിനിറ്റ് മുമ്പ് വേണമെന്നൊരു അലാറം അടിക്കും, നമ്മുടെ ഇൻറ്റേർണൽ അലാറം. അപ്പം നമ്മുടെ ഈ ഇൻറ്റേർണലി നമുക്ക് പോകാനുള്ള സമയം എണ്ണിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എണ്ണിക്കുക, അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഉപബോധ മനസ്സിൻ്റെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ആൾക്കാർ വന്ന് ചോദിക്കുക, ഇത് നിങ്ങളിത് വാസ്തു ശരിയല്ലല്ലോ. അപ്പം ചിലപ്പം വാസ്തു ശരിയുള്ള ആൾക്കാർ പോലും അവിടെ അവർ താഴോട്ട് പോകും. പിന്നെ ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ഈ ആടിനെ പട്ടിയാക്കുന്ന മാതിരി 2 പേര് ചോദിച്ചു, നിങ്ങളുടെ വാസ്തു ശരിയല്ലല്ലോ. മൂന്നാമത്തെ ആൾ ചോദിക്കും, വാസ്തു ശരിയല്ല. പിന്നെ സ്വന്തമായിട്ട് വാസ്തുവിനെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അത് മൊത്തം നെഗറ്റീവാണ്. അഥവാ കറക്റ്റ് ഡയറക്ഷൻ അല്ല കിച്ചണാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സ്വന്തമായിട്ട് ഡീമോട്ടിവേറ്റ് ആകുക. അപ്പം നമ്മൾ എന്തായാലും ഒരു ഫ്ലാറ്റോ ഇതോ വീട് വെക്കുകയോ ചെയ്യുമ്പോൾ എന്തായാലും ചിലവാണ്.
1 കോടി 2 കോടി 50 ലക്ഷം വാട്ടവർ ആ ഒരു പൈസ മുടക്കി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല വാസ്തു വെച്ച് അസ്ട്രോ വാസ്തു ആ രീതിയിലുള്ള കൺസൾട്ട് ചെയ്ത് വൃത്തിയായിട്ട് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വാസ്തു അങ്ങനെ ഒരു ഡയറക്ഷനോ കാര്യങ്ങളോ എല്ലാം വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള പിന്നെ റെമഡി പാർട്ടി വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കളർ കോമ്പിനേഷൻ ഉണ്ട്, കുറച്ച് അടിക്കാം. അല്ലെങ്കിൽ ഇവിടെ അതേപോലെ ഇവിടെ കളറായപ്പോൾ ഇവിടെ റെഡ് നമ്മൾ കളറൊക്കെ യൂസ് ചെയ്യും, ഇവിടെ ബ്ലൂ കളർ യൂസ് ചെയ്യില്ല. കാരണം ബ്ലൂ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളത്തിൻ്റെ കളർ, ആ വെള്ളത്തിൻ്റെ ആ തീ കെടുത്തുന്നതിൻ്റെ ബ്ലൂ ടൈൽ യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഡയറക്ഷനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിലൊന്നൊരു ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല അനർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടോയ്ലറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. പിന്നെ അവിടെ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് അതിനകത്ത് ഓരോ ഗ്യാസ് വെക്കാനുള്ള ഒരു സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ വെക്കാനുള്ള ഒരു സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഓരോ കണക്ടിവിറ്റിയും കാര്യങ്ങളും, പിന്നെ അല്ല വെള്ളത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഇത് യൂസ് ചെയ്യാനുള്ള സിങ്കൊക്കെ വെക്കാനുള്ള ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് ജീവിതത്തിലുള്ള പല റിലേറ്റഡ് ആയിട്ടുള്ള അനർത്ഥങ്ങൾ. പിന്നെ വേറൊരു കാര്യം കിച്ചണ്, അപ്പോൾ പല ആൾക്കാർ പല കൺസെപ്റ്റ് ഉണ്ട്. എന്നാലും നിങ്ങൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിച്ചണിൻ്റെ ഈ ഒരു സംഭവങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കിച്ചണായാലും നമ്മൾ വെക്കുമ്പോൾ വളരെ നോക്കിയിട്ട്, കാരണം ഇതിൻ്റെ നമുക്ക് ഇതെല്ലാം വേറെ പല വീഡിയോ വന്നിട്ടുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. ഗുരു പോസിറ്റീവ് ആകാൻ, അല്ല ഗുരു ഇത് എങ്ങനെ ആകുന്നത്. ഇവിടെ ഇപ്പോൾ ശുക്രൻ നെഗറ്റീവ് ആകുന്നത്. ഈ ശുക്രൻ നമ്മുടെ വൃത്തിയാട്ടി പോലും ഉള്ള പോസിറ്റീവായിട്ടുള്ള ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായി പോകും. അപ്പം ഇങ്ങനെ ശുക്രൻ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ആയാലും വയർ റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളെ, ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ശുക്രൻ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ സെക്സ് ഓർഗൻ ഈവൻ ലേഡീസിനായാലും യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആണുങ്ങൾക്കായാലും പ്രോസ്റ്റേറ്റ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ പൈസ, സമ്പത്ത് നശിക്കുക, വണ്ടി വാഹനങ്ങൾ ഡാമേജ് ആകുക, അല്ലെന്നൊരിയിൽ അങ്ങനെ പല രീതിയിലുള്ള നമ്മളവിടെ ഒരു ഇതെന്താ നമ്മുടെ ആ ഒരു നമ്മുടെ അതുപോലെ മാർക്കറ്റിൻ്റെ ഗുഡ് വില്ല് പോവുക, പേഴ്സണാലിറ്റി പോവുക. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണെന്ന് പറഞ്ഞാലും അവിടെയും ഒരുപാട് ക്ലാരിറ്റി. അപ്പോൾ അങ്ങോട്ടായാലും നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അഴുക്കാണ്. അതുപോലെ ഡ്രോയിങ് റൂം, ബെഡ്റൂം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കവിടെ വെക്കാം. അതുപോലെ നല്ല ഉത്സാഹങ്ങൾ, കാര്യങ്ങൾ അതെല്ലാം പോവുക എന്നുള്ള. അപ്പം ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അല്ല എനർജി ലെവല് കീപ്പ് ചെയ്യുക, അങ്ങനത്തെ ഡയറക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ഷനായാലും നല്ല രീതിയിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ഇതിൻ്റെ അടുത്ത ഡയറക്ഷൻ സൗത്ത് ഡയറക്ഷനാണ്. സൗത്ത് ഡയറക്ഷനെ ഭരിക്കുന്ന ചൊവ്വയാണ്, മാസ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഒരു അഗ്നിയുടെ ആയിട്ടുള്ള മാസം എന്ന് പറഞ്ഞാൽ ദേഷ്യ, പിടിവാശി, അങ്ങനെയുള്ള ഒരു കാര്യമാണ്. എനർജിയാണ്, വാരിയറാണ്, ഫൈറ്ററാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ്, കുന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉറക്കമില്ലായ്മ വരാം, നമ്മുടെ ഇൻസോംനിയ, നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. അതുപോലെ നമ്മുടെ പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് പോകും. നമുക്ക് അവിടെ വന്ന് വെറുതെ ഒന്ന് കിടന്നാൽ പോലും എന്നാണ് അവിടെ വെറുതെ ഒരു നല്ല റൂം പണിയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ സൗത്ത് ഡയറക്ഷനിൽ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങിപ്പോവും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉറങ്ങാം. അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ നല്ല മെഡിറ്റേഷനോ അല്ലെങ്കിൽ നല്ല ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനോ, നല്ല ഡീപ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളത് ഈ പറഞ്ഞ ഈ സൗത്ത് ഡയറക്ഷൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അടുത്ത 1-2 സബ്ജക്റ്റ് കൊണ്ട് ഇവിടെ കവർ ചെയ്ത് സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഒരു കാരണവശാലും ടോയ്ലറ്റ് കഴിയുന്നതും ഒഴിവാക്കുക. ടോയ്ലറ്റ് അതിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്നത് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വൂണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വ നമ്മുടെ ബർത്തിയായിട്ടിലായാലും നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ റിലേറ്റഡ് സബ്ജക്റ്റ് ഉണ്ടെന്ന് വരിക, താല്പര്യം ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബൃഹനാടി, നക്ഷത്രാടി, വേദിക് അസ്ട്രോളജി, KP അസ്ട്രോളജി, ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ, അതിപ്പോൾ അതിൽ നമ്മുടെ പല വീഡിയോ വന്നിട്ടുണ്ട്. അങ്ങനെ അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഇത് 16 ഡയറക്ഷനുള്ള വാസ്തുവാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ള താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ചെറിയൊരു സ്റ്റോറി പറയാം. കാലപുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാലപുരുഷൻ ഉണ്ടായത് ഒരു ദിവസം ശിവനും അനകാസുരനും തമ്മിൽ യുദ്ധമുണ്ടായി. പൊരിഞ്ഞ യുദ്ധം, ഏറ്റുമുട്ടൽ, ഏറ്റൊടിയിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണ് അതിൽ നിന്ന് ആജാനബാഹുവായിട്ടുള്ള ഒരു രൂപം ഉണ്ടായി. അതാണ് കാലപുരുഷൻ. അപ്പം ഈ കാലപുരുഷൻ നിൽക്കുന്ന നിപ്പിൽ വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു. ഉടനെ നമുക്ക് ഇവിടെ രാക്ഷസനും അറിഞ്ഞുകൂടാ, ദേവന്മാർക്കും അറിഞ്ഞുകൂടാ. ഈ രണ്ടുപേരും പേടിച്ചു, രാക്ഷസനും പേടിച്ചു, ദേവനും പേടിച്ചു. എന്താണ് ഈ രൂപം? ഏറ്റവും ഈ രൂപം, ഈ ആൾക്കാരെല്ലാം നേരെ ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ ഈ രൂപവും അവിടെ രാക്ഷസ രൂപം അപ്പോൾ ഭൂമി നിപ്പി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പോയിട്ട് ബ്രഹ്മാവിൽ തലയർപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ അടുത്ത് തലയർപ്പിക്കുന്ന ഒരു സമയത്ത് ആ ഒരു തലയുടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഈ പറയുന്ന ഈശാന കോണെന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ തലയാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഈ വാസ്തുപുരുഷൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ തിന്നു തീർക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ സാമന്തപുത്രനായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തെ ഭൂമിയിലേക്ക് ചവിട്ടി ഞെരിച്ച് ഈ പറയുന്ന രാക്ഷസനും ദേവന്മാരും കൂടെ ചവിട്ടി മെതിച്ചു. അപ്പം ഇനി എന്താണ് ഞാൻ ഇങ്ങനെ നിന്നാണ് എന്താണ് കഴിക്കേണ്ടത്? അപ്പം അവിടെ ഒരു വരം കൊടുത്തു, നീ നമ്മുടെ ഭൂമിയുടെ പ്രകൃതിയുടെ നിയമത്തിനെ തെറ്റിച്ച് ആ നിയമത്തിന് എഗനിസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരപ്പം അങ്ങനെ റോങ് ആയിട്ടുള്ള വാസ്തുവിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് വീട് വെക്കുന്ന അവരെ നിങ്ങൾക്ക് ഭക്ഷണമാക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള എനർജി, പല ക്രിയേറ്റിവിറ്റിയായിട്ടുള്ള കഴിവ്, അല്ലെന്നേരി അവർക്കുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല കഴിവുകളും ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കഴിവ് കാര്യങ്ങളെ എല്ലാം അവിടെ നശിച്ചു പോവുക. അപ്പം വിട്ടുമാറാത്ത അസുഖങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഡയറക്ഷനിലും മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല നല്ല വീഡിയോകൾ വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.